ആ വെള്ളം എടുക്കണ്ടിട്ട് വെള്ളം ഞാൻ കൊടുത്ത് ഈമെന്നറ്റം വീണാൽ അത് എന്തെങ്കിലും ബാക്കി ഉണ്ടാവുക. വെള്ളത്തിൽ കൈയൊന്നും കുത്തണില്ല. ഇനി അടി കിട്ടും. എനിക്ക് അടി വേടാ, അടി വേണം എനിക്ക്. ഇനി എന്താ വലിയ ആൾക്കാരോട്ട് വേഗം മേശേമെന്ന് കവത്തി വെച്ച് കാര്യേ കൊല്ലാളെന്നാ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെറിയ മക്കളല്ലേ നിങ്ങൾ? കുരുത്തക്കേടിൻ്റെ അങ്ങേ തലയായാലോ ഗുളികയുണ്ട്. ആ മേശേമെന്ന് താഴെ വീണിട്ടുണ്ട്. അതിൻ്റെ പൊടി പോലും ഉണ്ടാവുക. നീ ദേഷ്യപ്പെടണ്ട. അമ്മമ്മ പറയുന്ന മനസ്സിലാക്ക്. അമ്മമ്മ പറയുന്ന മനസ്സിലാക്കുവാൻ കഴിയല്ലേ? ഇല്ലേ ഇല്ലേ എനിക്ക് ഇല്ലേ മനസ്സിലാക്കാൻ കഴിയല്ലേ? കുട്ടികൾ നല്ല അനുസരണശീലം പഠിക്കണം. ചെറിയ അടുത്തേ ഇതതിൻ്റെ കളി അല്ലേ? കിടക്കയിൽ ഉറക്കം കെടുത്തിയോളാ. ഈ മേശമേൽ ഓള് തന്നെ സ്വയം കയറി ഇരുന്ന് എല്ലാ സാധനവും വലിച്ചിട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ അങ്ങ് ഇറക്കുന്നതെന്ന് തിരിയല്ല. ഇനിയിപ്പം രക്ഷ ഉണ്ടാവില്ല. ഇപ്പം കട്ടുമ്പനും കടത്തിക്കൊടാത്ത സ്ഥിതിയാണ് വരുന്നത്. അതൊന്നും എടുക്കണ്ട. അതെല്ലാം മരുന്നുകളും ഇതല്ല. അടി കെട്ടുന്നല്ല. എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇങ്ങോട്ട് നോക്കുന്നേ. എന്ത് ഏഹാന്ന് എൻ്റെ മുഖഭാവം ഉണ്ടല്ലോ. ഇങ്ങോട്ട് കാര്യം പറഞ്ഞിക്കാ ഈ മതി. ആകെ ഒരു വയസ്സും കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഈ കുരുത്തക്കട 4-ാം വയസ്സിലാരെ ഈ കുരുത്തക്കടൽ കളിക്കണ്ടല്ലേ? 4-ാം വയസ്സിൽ കളിക്കണ്ട കുരുത്തക്കട ഇനിയിപ്പം കളിക്കുന്നത്. വെള്ളം വേണേ ഞാൻ ഒഴിച്ചു തരൂലേ? അമ്മമ്മ എന്തിനാ? അമ്മമ്മ മക്കളെ നോക്കണ്ടിട്ടല്ലേ ഇവിടെ നിന്നേ? അച്ഛനും അമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് പോയല്ലേ? അന്നേരം മര്യാദയ്ക്ക് വെള്ളം പറഞ്ഞുതരാം. മര്യാദയ്ക്ക് നോക്കുക. കുടിച്ചോ. മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിൽ അച്ഛനും അമ്മ എന്നല്ല ചീത്ത പറയാ. എന്നെ തന്നെയാ പറയാ. ഏന്നല്ല വെള്ളം മറിക്കുന്ന എൻ്റെ ഡ്രസ്സിൽ ഇങ്ങോട്ട്. ആ ഡ്രസ്സിലെല്ലാം വെള്ളം ആവൂലേ? വടക്കായി പോവൂലേ? പറഞ്ഞാൽ തിരിയണ്ടേ? അമ്മമ്മേൻ്റെ മോള് ഇങ്ങനല്ലേനല്ലോ അമ്മമ്മ നോക്കിയേ വളർത്തിയല്ലോ. ഇപ്പം എന്തെങ്കിലും ദേഷ്യ ഇതെല്ലാം വരുന്നേ? ചാടിയം പിടിക്കല്ലോ. ഇങ്ങനെ വെള്ളം തള്ളിയിട്ട് എന്താ അധികം? ഓള് പനിക്കൂർക്കിലെല്ലാം ഇട്ട വെള്ളം കുടിക്കുന്ന കവക്കട്ടായ ആൾക്ക്. അതിക്കുലു ചക്കക്കുരു കുത്തി കാണിച്ചു കൊടുക്ക്. ചക്കക്കുരു കുത്തി ചുറ്റും വേലി കെട്ടി അങ്ങനെ കൂടല്ലേ ചക്കക്കുരു കുത്തി